ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമുക്കിന്നൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണാം. ആദ്യം ഗിയർ വയർ എടുത്ത് അതിലോട്ട് ജമ്പ് റിങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗിയർ ലോക്കിട്ട് ഒന്ന് ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എൻ്റെ അളവൊന്ന് നോക്കി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗിയർ ലോക്കിട്ട് ഒരു ഗോൾഡൻ ബീഡും ഇട്ട് വീണ്ടും ഗിയർ ലോക്കിട്ട് തന്നെ സെക്യൂർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം കുന്തൻ സ്റ്റോൺസ് വെച്ച് കുറച്ച് ലോക്കറ്റ്സൊക്കെ ഉണ്ടാക്കിയ എൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ ഒരു ലോക്കറ്റിന് ഞാൻ 2 ഹൂപ്പിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഈ ചെയിനിലോട്ട് കയറ്റി. ഞാൻ ഗിയർ വയർ എടുത്തപ്പോൾ ഒരു കാര്യം ചെയ്തത്, ഗിയർ വയറിനെ 2ആയിട്ട് മടക്കി. അപ്പോൾ ഈ ലോക്കറ്റിൽ ഞാൻ 2 ലോക്ക് ഇട്ടു എന്ന് പറഞ്ഞില്ലേ, അത് ഓരോ വയറും ഓരോ ലോക്കിൽ കൂടെ തന്നെ കയറ്റി. അപ്പം അത് 2 ലെയറായിട്ട് നിൽക്കുന്ന രീതിയിൽ വരാനായിട്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഗിയർ ലോക്ക് ഇട്ടു, ഗോൾഡൻ ബീഡ് ഇട്ടു, ഗിയർ ലോക്ക് ഇട്ടു. സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ 3 കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ലോക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3ഉം ഇതിലോട്ടിട്ട് ഞാൻ സെക്യൂർ ചെയ്യാണ്. ഞാൻ ഗിയർ ലോക്ക് ഒന്നും ലോക്ക് ചെയ്യുന്നില്ല, ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുകയാണ് കറക്റ്റ് അളവിനെത്താൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ഗോൾഡൻ ബീഡ് കൂടി ഇട്ടിട്ടുണ്ട്. ഫൈനൽ ഔട്ട്പുട്ടിൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ കുറച്ച് സ്പീഡ് കൂടിപ്പോയി എഡിറ്റ് ചെയ്തപ്പോൾ. ഇതിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോയിൽ കൂടെ എങ്ങനെയാണത് വെക്കുന്നതെന്നുള്ളത്. ഫൈനൽ ഔട്ട്പുട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതേപോലെ സെയിം പ്രോസസ്സ് നമുക്ക് നമ്മുടെ കൈയുടെ അളവിന് എന്തുമാത്രമാണോ വേണ്ടത് അത്രയും ബീഡ്സും സ്റ്റോൺസും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. ഞാനിവിടെ കുറച്ച് ഗ്യാപ്പിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അധികം എനിക്ക് വേണ്ടി വന്നില്ല. പിന്നെ ഓരോരുത്തരുടെ കൈയുടെ അളവിനനുസരിച്ച് ഇത് മാറും, ലെങ്ത്ത് മാറും. അതുകൊണ്ട് ലെങ്ത്ത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് അളവ് നോക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കുറച്ച് ലെങ്ത്ത് അറ്റത്ത് കുറച്ച് മിച്ചം വന്നാലും കുഴപ്പമില്ല. ലാസ്റ്റ് ഫിഷ് ലോക്ക് ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ ചെയ്ത പോലെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആകും. നമുക്ക് വേണ്ട അത്രയും എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എല്ലാം സെക്യൂർ ചെയ്ത് ഫിഷ് ലോക്കും ഇട്ട് ഹുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ഗിയർ ലോക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഏകദേശം എവിടെയാണത് വേണ്ടത് കണ്ടോ. ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.